നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ദുരാത്മാക്കൾ അധിവസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മനം. പുതുതലമുറയിലെ ആർക്കും ഒരു രാത്രി കഴിച്ചു കൂട്ടാനുള്ള കരുളുറപ്പില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിടം. അവിടേക്കാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ ജോഡികളായി എത്തുന്നത്. മനയിലേക്ക് കയറുന്നതിന് മുന്നായി ഒന്നാം ഘട്ടത്തിലെ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അങ്കിതയ്ക്കും അരുന്ധതിക്കും ഉണ്ടായ ചില അനുഭവങ്ങൾ ഒരുപക്ഷെ ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നതിനും അപ്പുറം അവർക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവാം. സോ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അരുന്ധതി ഇപ്പോൾ പോകാൻ പോകുന്ന കൊട്ടാരത്തിന്റെ ചരിത്രമടങ്ങിയ ബുക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കൊട്ടാരത്തിനകത്തെ മുറികളൊക്കെ പരിശോധിച്ചതിന് ശേഷം പാമ്പിൻ പുറ്റുള്ള മുറി കണ്ടുപിടിച്ച് പാമ്പിൻ പുറ്റിനകത്തു നിന്നും ഈ അമൂല്യമായ നിധി കണ്ടെത്തുക. ശരിക്കും ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ഇരുട്ടത്ത് പോയാലും എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അതെന്തായിരുന്നാലും തീർന്നു കിട്ടി. അവിടേക്ക് പോകുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവമാണ് അവിടെ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ടാസ്ക് ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞപ്പോഴും ഞാൻ കൂളായിരുന്നു, പോകുന്ന വഴിക്കും കണ്ണുകെട്ടി കൊണ്ടുപോയപ്പോഴും ഞാൻ കൂളായിരുന്നു. അത്രയ്ക്ക് പേടിയൊന്നും തോന്നിയില്ല. പക്ഷെ ആ ഇരുട്ട് പെട്ടെന്ന് കണ്ടപ്പോ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി. ഹലോ 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 സംബഡി പ്ലീസ് ഹെൽപ് മീ. എനിക്ക് പറ്റൂല, എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകും പ്ലീസ്. തിരിച്ചു കൊണ്ടുപോകും പ്ലീസ്, എനിക്ക് പറ്റൂല. തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. ഐ കാൻറ്റ് ഡു ദിസ്. ഐ ആം സോ സോറി. ഐ ആം ക്വിറ്റിംഗ്. എന്നെ ഒന്ന് ഇതിന്ന് പുറത്തു വിട്ടാൽ മതി. എനിക്കിത് ചെയ്യാൻ പറ്റൂല പ്ലീസ്. എനിക്ക് പേടിയാവുന്നു. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോണം, ഒരു വെളിച്ചവും ഇല്ല, ഒരാളനക്കവും ഇല്ല. കേറിയിട്ടും അതിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടായില്ല. ഫ്രീസ്ഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞ. വല്ലാത്തൊരവസ്ഥ. ആരെങ്കിലും വന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ അപ്പൊ തോന്നിയുള്ളൂ. ഞാൻ എന്താ വിളിച്ച് പറഞ്ഞ്, എങ്ങനെയാ കരഞ്ഞ്, എന്താ അവിടെ സംഭവിച്ചെന്നുള്ള കുറച്ചു നേരത്തേക്കുള്ള ഇൻസിഡൻസ് എന്താന്ന് എനിക്ക് ഒരു ഓർമ്മ ഇപ്പോഴും ഇല്ല ശരിക്കും പറഞ്ഞ. എടോ ആരെങ്കിലും വന്നൊന്ന് തിരിച്ചു കൊണ്ടുപോ. മാസ്റ്റർ ഹലോ ഹലോ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. ഇത് പ്രശ്നമാവത്തില്ലേ? BP ലോ അല്ലേ? സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് സ്റ്റാർട്ട് ചെയ്യട്ടെ, എന്നിട്ട് സ്റ്റോപ്പ്. അവളെ കൊണ്ട് അത് പറ്റത്തില്ല. അതല്ലേ അവൾ ഇത്ര നേരമായിട്ട് പറയുന്നത്. അവൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലല്ല അവളുള്ളത്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? ഇമാതിരിയുള്ള ടാസ്കുള്ള പരിപാടിയാണെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യൂല. ദൈവം എന്നെ വീട്ടിൽ പറഞ്ഞു വിടണം. പ്ലീസ് ലിസൺ ടു മീ. ആ കുട്ടി അതിന്റെ ചെന്ന് ഞാൻ എവിടെ നിർത്തി അവിടെ തന്നെ നിൽക്കുന്നത്. അതിന് പേടിയാണ്. പറ്റണ്ടേ, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഈ ഒരു ബ്ലോക്കേജ് മാറിക്കഴിഞ്ഞാൽ ഷീ ക്യാൻ ഡു എനിത്തിങ്. അത് അത്ര എത്തത്തില്ല, കുട്ടി അത്ര എത്തത്തില്ല. ഇപ്പൊ മാസ്റ്റർ ഹലോ ഹലോ ഹലോ. ഇത് നല്ല റിസ്ക് ആണ് കേട്ടോ. ഭയങ്കര കരച്ചിലാണ് കുട്ടി. She's not even trying. Okay. മതി പ്ലീസ്, എനിക്കിത് ചെയ്യാൻ പറ്റൂല. ശരിക്കും ആ പ്ലേസിനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷെ അവിടെ കേറുന്ന സമയത്ത് ഒരു നെഗറ്റീവ് എനർജി ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു.
എനിക്ക് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ ഈ ചെവിനെ അങ്ങനെ പൊത്തി പിടിച്ചു. പിന്നെ ഞാൻ ആ കൈ അവിടെ നിന്ന് എടുത്തിട്ടില്ല. എനിക്ക് എന്റെ അമ്മേനെ കാണണമെന്ന് തോന്നി. എനിക്ക് എങ്ങനെയും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഷോയെ വേണ്ട, എനിക്ക് എങ്ങനെയും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, തിരിച്ചു വീട്ടിൽ പോയാൽ മതി മാത്രമേ തോന്നിയുള്ളൂ. അവിടെ എന്തോ ഒരു നെഗറ്റിവിറ്റി ഫീലിംഗ് ഉണ്ട്, എന്തോ ഒരു വല്ലാത്ത ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ, ഹോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ, ശരിക്കും ഉണ്ട്. എന്തെങ്കിലും സംസാരിക്കേ പ്ലീസ്. അവിടെ BP നല്ല ഫ്ലക്ച്വേറ്റ് ആയി. എനിക്ക് സത്യമായിട്ട് നടുവേദന എടുക്കുന്നതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുപോ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യും. ഇത് വലിയ റിസ്ക് ആണ്. നെഗറ്റീവ് റിസൾട്ട് എങ്ങാനും ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. വൈറ്റൽസ് എല്ലാം മാറുന്നുണ്ട്, ഹാർട്ട് റേറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. യു ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. ഹലോ, എന്നെ ആർക്കെങ്കിലും ഒന്ന് കേൾക്കാവോ? മാസ്റ്റർ പ്ലീസ്, മാസ്റ്റർ പ്ലീസ്. അവളുടെ ബോഡി വീക്കായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കാല് പിടിക്കും. നിങ്ങൾ വേറെ ആരെങ്കിലും, വേറെ ഏതെങ്കിലും കുട്ടികളെ തേടി കണ്ടുപിടിച്ച് ആ സ്പിരിറ്റിൽ എടുക്കൂ. എനിക്ക് ആ സ്പിരിറ്റ് ഇല്ല. I know you can't do this. I can't do this. I can't do this. കുറച്ചു നേരത്തേക്കുള്ള ഇൻസിഡൻസ് എന്താണെന്ന് എനിക്ക് ഒരു ഓർമ്മ ഇപ്പോഴും ഇല്ല. ശരിക്കും പറഞ്ഞ തിരിച്ച് അവര് വിളിക്കാൻ വന്നപ്പോൾ ഞാൻ അവരോടും ഷൗട്ട് ചെയ്തു എന്ന് തോന്നുന്നു. എന്തൊക്കെയോ പെട്ടെന്ന് ഔട്ട് ഓഫ് മൈൻഡ് ആയിപ്പോയി. ഞാൻ നിന്ന് എനിക്ക് അറ്റാക്ക് വരും. സത്യമായിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് പ്രഷർ താങ്ങല്ല, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. സത്യമായിട്ട് എനിക്ക് ഒന്നാമത് സുഖമില്ലാത്തതാണ്. അരുന്ധതി, ഡോണ്ട് പാനിക്. ഞാനിപ്പോ ഡോക്ടറെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. വി ആർ കമ്മിങ് ഫോർ യു. I'm not okay. എനിക്ക് വേദനിച്ച് നിൽക്കുമ്പോ ഇതൊന്നും അയച്ചു പറയാം ഡോക്ടർ പ്ലീസ്. എനിക്ക് പറ്റില്ല. I don't want to do it. I'm so sorry. I'm quitting this job. Please leave me. സോറി മാസ്റ്റർ, അവരൊക്കെ ഞാൻ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു. ഇപ്പൊ ശരിക്കും എനിക്കത് ഓർക്കാൻ പോലും പറ്റണില്ല. ഛർദില് വന്നു, തല ചുറ്റി, BP ലോയായി. എനിക്ക് എൻട്രി ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നിന്നടുത്തുനിന്ന് അനങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. എന്റെ 2 കൈയും കാലും എനിക്ക് ഓടുന്നുണ്ടായിരുന്നില്ല. തിരിഞ്ഞിറങ്ങി ഓടണമെന്നും തോന്നി. അതിനുള്ള ധൈര്യം പോലും അപ്പൊ ശരിക്കും പറഞ്ഞാൽ തോന്നിയില്ല. എനിക്കിപ്പോ ഇരുട്ടിനെ പേടി തുടങ്ങി. പക്ഷെ ഇനി ടാസ്കുകൾ വരുമ്പോ അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. ജ്യോതിഷത്തിലും വാസ്തുവിദ്യയിലും പ്രാഗൽഭ്യം നേടിയ ചിത്രൻ എന്ന നമ്പൂതിരി താമസിച്ചിരുന്ന ഇല്ലത്തേക്കാണ് നിങ്ങളിന്ന് പോകാൻ പോകുന്നത്. ഈ ചിത്രൻ നമ്പൂതിരിക്ക് ഒരു നാൾ ചിത്രബ്രഹ്മം പിടിപെട്ടു. ചിത്രബ്രഹ്മം പിടിപെട്ട ഈ ചിത്രൻ നമ്പൂതിരിയെ ചികിത്സിക്കാൻ നാട്ടിലുള്ള ഒരുപാട് വൈദ്യന്മാർ ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ടു. വഴിപാട് നടത്തി, പൂജ നടത്തി, എന്നിട്ടും ഫലം കണ്ടില്ല. പിന്നീട് ഒരു വഴിയും ഇല്ലാതെ ഇദ്ദേഹത്തെ ഒരു മുറിയിൽ ഇട്ട് പൂട്ടി, ചങ്ങലകളാൽ ബന്ധിച്ചു. കാലങ്ങളോളം അദ്ദേഹം ഭക്ഷണമില്ലാതെ നരകയാതന അനുഭവിച്ച് അവിടെ കിടന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോഴും ആ ഇല്ലത്തുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി നിങ്ങളുടെ ടാസ്ക്, ഇല്ലത്തിനകത്ത് പ്രവേശിച്ച് ഈ നമ്പൂതിരിയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറി കണ്ടെത്തി ആ മുറി തുറന്ന് അകത്ത് പ്രവേശിക്കുക.
പ്രവേശിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കെട്ടിയിട്ടിരുന്ന ആ ചങ്ങല അഴിച്ച് കയ്യിലുള്ള തകരപ്പെട്ടിയിലിട്ട് പുറത്തേക്ക് വരിക. ഈ തകരപ്പെട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് 2 പേർക്കും 2 ടാസ്ക് ഉണ്ടാവും. ഈവൻ ദോ നിങ്ങൾ ഒരു ടീമാണ് എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് 2 ടാസ്ക്കാണ്, ഇൻഡിവിജ്വൽ ടാസ്ക്. അതിലൊന്ന്, ഈ മുറി തുറക്കേണ്ട താക്കോൽ ഇത് കണ്ടെത്തേണ്ടത് അങ്കിതയുടെ ചുമതലയാണ്. ഈ ചങ്ങല ഇട്ടുകൊണ്ട് വരേണ്ട ഇരുമ്പ് പെട്ടി കണ്ടെത്തേണ്ടത് അരുന്ധതിയാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ താക്കോലുമായി അങ്കിതയാണ് ആദ്യം എത്തുന്നതെങ്കിൽ കമ്പാനിയൻ വരാൻ വേണ്ടി, അരുന്ധതി വരാൻ വേണ്ടി അങ്കിത വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അരുന്ധതിയാണ് ഈ മുറിക്ക് മുന്നിൽ ആദ്യം എത്തുന്നതെങ്കിൽ താക്കോലുമായി അങ്കിത എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിനുശേഷം ഒരുമിച്ച് അകത്ത് കടന്ന് നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും അപകടമോ ആപത്തോ സംഭവിച്ചാൽ നിങ്ങൾക്ക് ഞാനുമായി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താക്കോലും ഇരുമ്പ് പെട്ടിയും കണ്ടെടുക്കുക എന്നുള്ളതാണ് അങ്കിതയുടെയും അരുന്ധതിയുടെയും ടാസ്ക്. ടാസ്ക് പ്രകാരം ആദ്യം മനയിലേക്ക് കയറുന്നത് അരുന്ധതിയാണ്. ടാസ്ക് ഓർമ്മയുണ്ടല്ലോ. ആ പെട്ടി എവിടെ ഇരിക്കുന്നു എങ്കിലും ഒന്ന് പറഞ്ഞു തരുവോ? ഞാൻ അയച്ചു, ഒന്നും കണ്ടുകൂടാ. നിങ്ങളെന്ത് കോപ്പില്ല, ഒരു ടോർച്ച് ലൈറ്റ് എങ്കിലും നേരിച്ചു തന്നൂടെ? അയ്യോ, അമ്മ
Hello, master. Master. Hello, master. Hello. Hello. Hello, master. ആശങ്ങൾ അതെവിടെ ഇരിക്കുന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? മാസ്റ്റർ, മാസ്റ്റർ, മാസ്റ്റർ പ്ലീസ്. എനിക്ക് ഹലോ 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 മാസ്റ്റർ, ഹലോ മാസ്റ്റർ, മാസ്റ്റർ പ്ലീസ് ഒരു ഹിന്റ്, ഒരു ക്ലൂ എങ്കിലും തരൂ പ്ലീസ്. എനിക്ക് പറ്റി എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞൂടാ. ടാസ്ക് എന്താണ് എന്റെ ടാസ്ക് എന്താ? ടാസ്ക് അരുന്ധതി ആൻഡ് അങ്കിത രണ്ടുപേരുടെയും കൂടെയുള്ള ടീമാണ്. സോ അരുന്ധതി ഒരു ഇരുമ്പ് പെട്ടി എടുക്കണം. ഈ ചങ്ങല ഇട്ട് പുറത്തു വരാനുള്ള ഒരു ഇരുമ്പ് പെട്ടി എടുക്കണം. മാസ്റ്റർ, മാസ്റ്റർ, മാസ്റ്റർ എവിടെ ഇരിക്കുന്നതിന് ഒരു ക്ലൂ എങ്കിലും തരോ പ്ലീസ്, പ്ലീസ്, പ്ലീസ്. എനിക്ക് നടക്കാൻ പറ്റില്ല ശരിക്കും. എനിക്കിട്ട് പേടിയാ. എന്നെ ഒന്ന് ഗൈഡ് ചെയ്യോ? എവിടെയാണ് എന്തെങ്കിലും ഒരു ഹിന്റ് എങ്കിലും തന്നാൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എനിക്കൊരു എത്തുപിടിയും ഇല്ല. ഒരു മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതറിഞ്ഞ സത്യമായിട്ട് ഞാൻ ഇതിനൊന്നും തലയിലെടുത്ത് വായിക്കുന്നത്. അരുന്ധതി ട്രൈ ആക്ച്വലി ഇത്തവണ ട്രൈ ചെയ്യുന്നു. ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ടല്ലേ? സ്പീഡിൽ പോകുന്നുണ്ടല്ലോ. ബോൾഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ മുറി കയറാനാണോ? അരുന്ധതി ആക്ച്വലി പഴയ പോലെ തന്നെയാണ്. ഇല്ല, ബട്ട് മൂവ് ചെയ്തു. മൂവ് ചെയ്തു വന്ന് അവിടെ തന്നെ നിൽക്കല്ല. യെസ് കറക്റ്റ്.